ഇന്ന് മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ളത് 3 പടങ്ങളാണ്. ആലപ്പുഴ ജിംഖാന, മരണമാസം, ബസൂക്ക. അതിൽ ഞാൻ ആലപ്പുഴ ജിംഖാന കണ്ടു. പക്ഷെ ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടർ തല്ലുമാല, അനുരാഗ് കരിക്കിൻവെള്ളം എന്നിവയൊക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്കൊരു നോർമൽ ഒരു മൂവി എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ആളുകൾ കൊടുത്തൊരു ഹൈപ്പോ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ തിയേറ്റർ ഇളക്കി മറിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഒരു സിനിമയിൽ തോന്നിയില്ല. തിയേറ്ററൊക്കെ തന്നെ ഒരു നോർമൽ എന്നുള്ളൊരു രീതിയിൽ മാത്രമേ ഉള്ളൂ. അതിൽ കൈയടിക്കാൻ എന്നുള്ളൊരു സീനൊന്നും ആകെ ഒരു 10-15 മിനിറ്റ് ലാസ്റ്റിലൊരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ ലുക്മാൻ കോച്ചായി വരുന്ന സമയത്ത് ലുക്മാന് കുറച്ചുകൂടെ ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും ഒരു നോർമൽ എന്നുള്ള രീതിയിൽ മാത്രമേ, ആർക്കൊരു ഹൈപ്പോ അല്ലെങ്കിൽ ഒരു പവർ ഉള്ളതായിട്ടൊന്നും എനിക്കതിൽ തോന്നിയില്ല. പിന്നെ അതിലിപ്പം കഥ എന്ന് പറയുന്നത് ഒരു മേജർ അല്ലെങ്കിൽ ഒരു വലിയൊരു കഥ നമുക്ക്, അതായത് തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. അതിപ്പം കോമഡി ആയി കഴിഞ്ഞാലും അവരുടെ ഇടയിൽ സംസാരിക്കുന്നുണ്ടാവുന്നൊരു ആ ഒരു വൈബ്, അപ്പോൾ പറയുന്നൊരു സ്പോണ്ടേനിയസ്ലി ഉള്ളൊരു തമാശ എന്നല്ലാതെ ഓർത്ത് ചിരിക്കാൻ മാത്രം ഒരു കാര്യമൊന്നും എനിക്ക് ആ ഒരു സിനിമയിൽ തോന്നിയില്ല. അതുപോലെ തന്നെ പാട്ട്, BGM എന്നൊക്കെ പറയുന്നത് ഒരു ആവറേജ് മാത്രമായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു സിനിമയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ മിസ്മാച്ചായി കിടക്കുന്നത് പോലെ തോന്നി. അതായത് ഒരു കഥ ഫുള്ളാവാത്തത് പോലെ എനിക്ക് തോന്നി. കുറച്ച് കാര്യങ്ങൾ പറയാതെ വെച്ചതുപോലെ തോന്നി. അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ തോന്നി കുറച്ച് സീനുകളിലൊക്കെ. പക്ഷെ അതിലെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ നന്നായി ചെയ്തു. അവർക്ക് കൊടുത്ത റോളുകളൊക്കെ അവർ നന്നായി ചെയ്തു. അവർ ബോക്സിങ്ങിന് വേണ്ടിയിട്ട എഫേർട്ട് എന്നുള്ളതൊക്കെ, ആ ബോക്സിങ് കാണിച്ച രീതി, ആ ഒരു സ്റ്റേഡിയം, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു പടത്തിന് നമ്മൾ വെച്ച് നോക്കുമ്പം എബോവ് ആവറേജ് എന്ന് പറയാനൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഒരുപാട് ഹൈപ്പ് എന്നുള്ള രീതിയിലൊന്നും തോന്നിയില്ല. തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇറ്റ്സ് എ നോർമൽ മൂവി. അല്ലാതെ എനിക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം, ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടം, അങ്ങനത്തെ രീതിയിലൊന്നും എനിക്ക് തോന്നിയില്ല. നെസ്ലിനൊക്കെ നന്നായി ചെയ്തു, നമുക്ക് കാണാം. ജസ്റ്റ് അപ്പോൾ വരുന്ന ആ ഒരു കോമഡി സീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പാട്ടും എനിക്ക് വലിയ പാട്ടുകളൊക്കെ, ഇപ്പോൾ അനുരാഗ് കരിക്കിൻവെള്ളം, തല്ലുമാല എന്നീ സിനിമകളിലൊക്കെ നല്ല പാട്ടുകളും അതിപ്പോഴും നമ്മളിടയിലുള്ള പാട്ടുകളാണ്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഒരു സിനിമയിൽ തോന്നിയില്ല. അത് മേ ബി നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ജെനുവൻ റിവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ആസ് എ വ്യൂവർ എനിക്കതത്ര ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇതിലിപ്പോൾ എന്താണ് ഒരു മെസ്സേജ് തരുന്നത് എന്നുള്ള രീതിയിലേക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു എൻ്റർടൈൻമെൻ്റായി മാത്രം കാണാം, അല്ലാതെ ആ സിനിമയിൽ നിന്നൊരു മെസ്സേജ് എന്നുള്ളതൊന്നും തോന്നിയില്ല. കുറച്ച് ബോക്സിങ് പഠിക്കാൻ പോകുന്നു എന്നുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ അതിലൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക്, യൂത്തിന് കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ ഈ സിനിമയെ കുറിച്ച്. ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.